ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു നിങ്ങളൊരു ഹോം ടൂർ ഹോം ടൂർ ചെയ്യോ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ലൈവിലൊക്കെ ഇങ്ങനെ ഹോം ടൂർ ചെയ്യോ അപ്പൊ ഞങ്ങളെ വീട് മൊത്തമായിട്ടൊന്ന് കാണിച്ചില്ല. എന്നും കുറച്ചല്ലേ കാണിച്ചു തരുള്ളൂ. അപ്പൊ നിങ്ങൾ ഞങ്ങളെ വീട് മൊത്തമായിട്ട് കച്ചറുള്ളതും കച്ചറില്ലാത്തൊക്കെ കാണിച്ചു തരാം. മറ്റേ കച്ചറുള്ളതൊന്നും കാണിച്ചു തരില്ല. കച്ചറില്ലാത്ത ഭാഗം, നല്ല ഭാഗം മാത്രമേ നിങ്ങൾ കാണുള്ളൂ. അപ്പോൾ ഞങ്ങളെ വീട് മൊത്തം 4.5 സെന്റിലുള്ള വീടും കുറച്ച് സംഭവങ്ങളും ഞങ്ങളെ സുന്ദര കൊട്ടാരാണ്. വലിയ ഞങ്ങളെ കൊട്ടാരം ഇത് തന്നെ. വീടും അതിന്റെ പരിസരവും വീട് രസമില്ല, വീട് പെയിന്റ് അടിക്കണം, വീട് വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞു. നമുക്കുള്ള പോലെയല്ല നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ സാമ്പത്തിക വ്യവസ്ഥനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വീട് പെയിന്റ് പോയിക്കണ ആ നേരം കൊണ്ട് നമുക്ക് പെട്ടെന്ന് പെയിന്റ് അടിക്കാൻ പറ്റൂലല്ലോ. ഓരോരോ അഭിപ്രായങ്ങൾ പറയാവും. അഭിപ്രായമാണ്. പക്ഷെ അഭിപ്രായം പറയുമ്പോ നമ്മള് മറ്റുള്ളവരെ സാമ്പത്തികം ചിന്തിക്കണം. നമ്മളെ പോലെ ആവില്ലല്ലോ എല്ലാരും. ചിലപ്പോ നമുക്ക് തോനെ പൈസ ഉണ്ടെങ്കിൽ നമ്മളെ അടുത്തുള്ള പൈസ ഇല്ലാത്ത പോലെ ആവും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മള് സംസാരിക്കാൻ പറ്റുള്ളൂ. സാറില്ല, പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. അവർക്ക് തോന്നിയത് പറഞ്ഞാണ്. നമുക്ക് കേൾക്കുമ്പോ ഒരു വിഷമാണ്. നിങ്ങളെ വീട് രസമില്ല എന്നൊക്കെ പറയുമ്പോ ഒരു ടെൻഷനല്ലേ. നമുക്ക് നമ്മളെ വീട് സ്വർഗ്ഗാണ്. അപ്പൊ ഏതായാലും ഞങ്ങളെ വീടൊന്ന് കണ്ടോക്കി നിങ്ങൾ കേട്ടോ. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ, ആദ്യമായിട്ട് കാണുപോലെ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണുക. സപ്പോർട്ട് കൊണ്ടാണ് അങ്ങനെയൊക്കെ എത്തിയത്. അതുകൊണ്ട് ആദ്യമായിട്ട് കാണുമല്ലെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാല് ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, എന്നാ വരി. അപ്പോൾ ഗേസ്, നമ്മുടെ സുന്ദര കൊട്ടാരമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ ഈ ലൈനിൽ ഇങ്ങനെ 3 വീടുകളുണ്ട് കേട്ടോ. ഈ സെൻറ്ററിൽ കാണുന്ന അനിയൻ്റെ ആണ്, കുഞ്ഞിപ്പാൻ്റെ വീട്. അവിടെ അപ്പുറത്ത് എന്തുവാക്കാന്നറിയാം നമ്മളെ ആണ്. ഇങ്ങനെ പോയാൽ നമ്മളെ ബാവാക്കാടക്ക് നമ്മളെ കുട്ടിമാൻ്റെ വീട്ടിലേക്ക് പോകുന്ന സ്ഥലം കേട്ടോ. അവിടെ വീട് റോഡ് അവസാനിക്കുകയാണ്. പിന്നെ ജസ്റ്റ് നിങ്ങളെ ചെടികളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ. മാൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ വരട്ടാ. അപ്പം ഇങ്ങനെ അങ്ങോട്ട് പോന്നാൽ ഇതുണ്ടില്ലേ, കുറച്ച് ക്ഷീണം പറ്റിയിട്ടുണ്ട് ചെടികൾക്കൊക്കെ. എന്നാലും കുഴപ്പമില്ല. എന്താ വെച്ചാൽ നനക്കലൊക്കെ കുറച്ച് കുറവായതിൻ്റെ പേരിൽ. അപ്പോൾ ഇവിടെയാണ് ഈ 2 വീടുണ്ടെങ്കിൽ അത് അനിയൻ്റെ വീട്, നമ്മുടെ വീടുമാണ്. ഇവിടെ സെൻറ്ററിൽ എങ്ങനെ ഈ ഗ്യാപ്പ്, ഇവിടെ മതിലും കാര്യമൊന്നും സെൻറ്ററിൽ വെച്ചിട്ടില്ല. നമുക്ക് അനിയനും ഞങ്ങളും തമ്മിൽ മതിലിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഈ ബന്ധം എന്നും നിലനിൽക്കട്ടെ. എല്ലാവരും അതുപോലെ കഴിയാനുള്ള സൗഭാഗ്യം നൽകട്ടെ, നല്ല ഒത്തൊരുമയിൽ. അപ്പോൾ നമ്മുടെ വീട് ഇങ്ങനെ ഈ ചെടികൾ മുറ്റം അങ്ങനെ പോയാൽ കാണിച്ചു തരട്ടാ. പിന്നെ അതങ്ങനെ ഇതൊക്കെ മാളുവിൻ്റെ ക്രിയകളാണ്. അവസാനിക്കൂലേ? ഏപ്രിൽ ലാസ്റ്റ്, മെയ് മാസത്തോടെ പൂവിടൽ അവസാനിക്കും. പിന്നെ ഒരു പൂവ് മാത്രം ഉണ്ടാവും, വയലറ്റ് പൂവ്. അങ്ങനെയാണ്. അത് അത്യാവശ്യം പൂവുണ്ടാവും, വയലറ്റ്. ബാക്കിയുള്ളൊക്കെ കണക്കാണ്. ഇത് നാളെ ചെയ്തി നേരത്തെ ഓടിച്ചിങ്ങാണ്ട് കുറെ വരാനുള്ള ആ പണി ചെയ്യാലല്ലേ? അതൊക്കെ ചെയ്തേക്കണ്. വിജയിച്ചില്ലല്ലേ? 3 വട്ടം ആ പണി ചെയ്താണ്. ഒക്കെ 10 കയറ്റി കട്ട് ചെയ്ത്, ഫുള്ള് കട്ട് ചെയ്ത് വീണ്ടും പിന്നെ ഇതേ നിപ്പിക്കാണ്. വാശി നന്നാവൂല എന്നുള്ള. ഒരിക്കലും ഞാൻ നന്നാവൂല എന്ന ഒരേ ഒരു വാശിക്കാരനാണ് ഈ നിൽക്കണ ഇദ്ദേഹം. കുറെ തറയൊക്കെ ചെയ്ത് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് എന്ത് ചെയ്താലും എന്നോടോ എന്നൊരു ചോദ്യം. നന്നാവൂല. ഇനി എന്താവും നമ്മൾ അങ്ങോട്ട് നോക്കിയല്ലേ? ഞാൻ എല്ലായിടത്തും കുറച്ച് ഇലൊക്കെ പറിച്ചോണ്ടാണ് പെരി പോയിട്ടോണ്ട് അയൽവാസികളോട് പറഞ്ഞു അത് മാണേ നന്നായി. അതെ, കൊറേ നോക്കി. എന്തൊരു ചൊല്ലുണ്ടല്ലോ, തുളിക്കണ വഴിക്ക് നടക്കണ വഴിക്ക് തുളിക്കാണ്. ഞാൻ നിർത്തിയതാണ്, അടുത്ത് എന്ന മാതിരി. പിന്നെ നമ്മളെ ചാമ്പൊക്കെ 2ാം വട്ടം പൂടുണ്ട് കേട്ടോ. തെഞ്ഞി വരുന്നതൊക്കെ കേടാണ് മഴ ചെയ്തുകൊണ്ട്. ഇതണ്ടാ, ഇതൊന്നും നേരാവൂല. അതേ അവസ്ഥയാണ്. അതൊക്കെ പൂയാണ്. അതെന്തെങ്ങനെ വരുന്നതാവല്ലേ? മഴ ചെയ്താ കഴിഞ്ഞ്. മഴ പെയ്തോണ്ടാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് 2-3 പ്രാവശ്യം ഹോം ടൂർ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് പുതിയ ആളുകൾ കുറെ കമന്റിലൂടെയും ലൈവിലൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് വീട് കാണിക്കാൻ. അതൊക്കെ കാണിച്ചതാണ്. കുരുകളുടെ വള്ളി, ഇവിടെയൊക്കെ ചെടികൾ കുറച്ച് നല്ല തണലാണ്. ഇതാണ് ശരിക്കും നമ്മുടെ മിനി ഊട്ടിട്ടാ. നല്ല തണുപ്പാണ്. മൈലാഞ്ചി അത് മാളുവിൻ്റെ സ്പെഷ്യൽ. മാളുവിൻ്റെ വല്യമ്മാൻ്റെ അവിടെ നിന്ന് കൊടുത്തിട്ട് വെച്ച മൈലാഞ്ചി. ഞാൻ എപ്പോഴും ഇവിടുന്ന് ഊരും. ഇവിടെ അരക്കും. സ്ഥലമില്ല. ലേശം വയസ്സുണ്ടാക്കില്ലേ? 8 വർഷം. അപ്പോൾ ലേശം അത് ഒലിമ്പി വിടല്ലേ? പിന്നെ കാണിച്ചു തന്നെയാണ് ഇതവിടെ നമ്മുടെ മാമ്പഴം. പിന്നെ അതെ,
പിന്നെ ഇവിടെ ഒരു പുറത്തെ ബാത്റൂം ഉണ്ട് കേട്ടോ. അതാ ഇതാണ് ഞങ്ങളെ ഇത്ര ഉള്ള ഞങ്ങളെ മിറ്റും. പിന്നെ അതെ ഇതാണ്. ഇത് കുറേ വീഡിയോയിൽ പറഞ്ഞ് ചടപ്പിക്കല്ല, മാള് വെച്ച തെങ്ങാണ്. ഇപ്പോഴത്തെ കുഴപ്പമില്ല, നമ്മൾ കൂടുതൽ വളമൊന്നും ഇട്ടാതെ തന്നെ നല്ല അത്യാവശ്യം കായ്ക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ അത് നമ്മളെ അപ്പുറത്തുള്ളതാണ്. നമ്മളെ കോയിൽ കാണിച്ചു തന്നെ ഫ്രണ്ടിലേക്ക് പോകുമ്പോട്ടാ. കോയിൽ കിണർ കിടക്കണേ ഒളിഞ്ഞു കിടക്കണാണ് അടുക്കളയിൽ കണ്ട് കയറി. അതെ. എത്ര വയസ്സുണ്ടാവും ആക്ക്? 11 വർഷം. അതെ, മാളുവിന്റെ അനിയത്തി കുടിരിക്കലിന് കൊണ്ടുവന്നാണ് റുവീന അല്ലേ? എന്താ വെച്ചാൽ കുട്ടികളെ പിടിച്ചിട്ട് ഈ വഴിയിലായതുകൊണ്ട് വേറെ ഭാഗത്തേക്ക് മാറ്റിയിട്ടുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നാശമായതാട്ടാ. ഇപ്പോഴും വർക്കിംഗ് ആണ്, നോ പ്രോബ്ലം. നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈന്റ് വരും, പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഇതാണ് നിങ്ങൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടാവും, കാണാത്തവർക്ക് വേണ്ടി പിന്നെ ഉണ്ടാക്കിയതാണ് അല്ലേ? അടുപ്പ് മാത്രമേ ഉള്ളൂ. ഈ അടുപ്പിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. അടുപ്പെല്ലാരും ഇത് കാണുന്നതാണ്, കണ്ടില്ല? ഇത് പുകയില്ലാത്ത അടുപ്പാണ്, പക്ഷെ പുകയുള്ള അടുപ്പാണ്. പുക ഫുള്ള് പുറത്ത് കാണും. ഇതിന്റെ പേര് പുകയില്ലാത്ത അടുപ്പാണ്. പുകയുള്ള അടുപ്പ്. എല്ലാരും പുകയില്ലാത്ത അടുപ്പ് എന്നല്ലേ പറച്ചില്. ഇത് ഞങ്ങളെ ഗ്യാസ് അടുപ്പ്. പിന്നെ നല്ല ഇതൊക്കെ പിന്നെ പെര കുടിക്കുന്ന രസമാണ്. ഈ റാക്കൊക്കെ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ വഴി. പിന്നെ ഇവിടെ ഒരു ബാത്റൂം. ഇതാ ഇതിന്റെ ഡോറൊക്കെ കേടന്നിങ്ങനെ, ലോക്കൊന്നുമില്ല. പിന്നെ ഞങ്ങളെ ഇൻവെർട്ടർ ഇതാ കോണിന്റെ ചോട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാ കോണി. ഇത് പിന്നെ ഞങ്ങൾ എപ്പോഴും കാണണല്ലേ ഡൈനിങ് ഹാളിൽ, ലൈവിലൊക്കെ കാണുന്നില്ല ആ ഡൈനിങ് ഹാള്. ഇത് പിന്നെ ഞങ്ങളെ ബെഡ്റൂം. ഇവിടെയാണ് മക്കളൊക്കെ കിടക്കല്. ഇതിലാണ് മക്കൾ കിടക്കല്. രണ്ടാള് ഇതീ കിടക്കും. പിന്നെ മുത്തു ഇനി കട്ടുമ്പോൾ കിടന്നിന്ന് കേട്ടാ. പിന്നെ ഇതൊക്കെ രണ്ട് മോനോൻ്റെയും പൊന്നൂൻ്റെയും ഡ്രസ്സിൻ്റെ കൊട്ടയാണ്. പിന്നെ ഇത് പിന്നെ ഒരു മടക്കാനുള്ളതാണ്. അയലുമെന്ന് കൊടുന്നിട്ടതാണ്, ഞാൻ മടക്കി കൊണ്ടുവയ്ക്കണം. ഇൻ്റെത് വേറെ ആക്കി വെക്കും, ഇൻ്റെതും ബാവാൻ്റെയും വേറെ ആക്കി വെക്കും. ഓല് രണ്ടാളും എന്ത് ചെയ്യും, കൊട്ടയ്ക്ക് ആക്കി വെക്കും. എന്നിട്ട് ഇനി ഇത് ഇൻ്റെയും ബാവാൻ്റെതും ഇനി കൊണ്ടുപോയി അൽമറയെ മടക്കി വെക്കാണ്ട്. ഇത് കണ്ടില്ലേ, ഇത് അൽമറ ബുക്കും ഇതൊക്കെ വെക്കാനുള്ളതാണ്. തുണിക്കപ്പൊക്കെ വാരി വലിച്ച് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. ഡോറ് വെച്ചിട്ടില്ല. മറ്റേ അൽമറക്ക് വെച്ചിട്ട് ഒന്നിന് തന്നെ നല്ല സംഖ്യയായി. അതുകൊണ്ട് അല്ലേ, എത്ര 12 എന്തോ പോയി. പിന്നെ ഇതാ ഞങ്ങളെ തൽക്കിണികളൊക്കെ വെച്ച റാക്ക്. തലക്കിണി കൂടുതൽ എന്താ വെച്ചാല് മാളു ഈ ടൈലറിംഗ് ഉള്ളതുകൊണ്ട് വെട്ടേഷനൊക്കെ ഇങ്ങനെ ഓവർ ആവുമ്പോ എന്ത് ചെയ്യും, ഒക്കെ ഇങ്ങനെ തലക്കിണി ആക്കിയാണ് മേലെ കയറി. ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. അതില്ല, പോയി ഇവിടുന്ന്. അപ്പൊ ഇതൊരു ബെഡ്റൂം കണ്ടില്ല. ഇതൊരു ബെഡ്റൂം. പിന്നെ ഇത് ഞങ്ങളെ വലിയ മാസ്റ്റർ ബെഡ്റൂം. ഞങ്ങളെ മാസ്റ്റർ ബെഡ്റൂം. ഇത് ഇന്ന് ഞാനൊരു പിരാന്തിന് ചെയ്താണ് കേട്ടാ. ഇങ്ങനെ ഈ കട്ടിൽ ഇങ്ങനെ സൈഡാക്കിയിട്ട് അടിച്ചു ഓടാൻ വരുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതിന്റെ സൈഡിലൊക്കെ കച്ചറ. അപ്പൊ ഞാൻ എന്ത് ചെയ്തറിയോ, ആ കട്ടിലുണ്ട് നേർത്തിട്ട് ഈ കട്ടിൽ ഞാൻ ചെരിച്ച് വെച്ചേന്ന് കിടക്കൊക്കെ ചാരിച്ചിട്ട് ഈ നിലത്ത് നിന്ന് കിടന്നിരുന്നു. ഇപ്പൊ പിന്നെ ചൂടുണ്ട്, എന്നാലും എന്ത് ചെയ്ത് ഇങ്ങനെ ഇട്ട് ഈ അൽമറ നന്നാക്കി. ഈ അൽമറ നന്നാക്കാൻ ഒരു സംഖ്യ ആയി. അപ്പൊ എന്ത് ചെയ്ത് മറ്റേ ഈ ഫോട്ടോ ഒക്കെ വീണെടുക്കണത് കണ്ടില്ലേ? തെങ്ങണ്ടാളും ഈ ഫോട്ടോ ആണ് കേട്ടാ. തെങ്ങണ്ട ഞങ്ങള് മൂന്നാർക്ക് പോയ നിർത്താണത്. പഴയ ഫോട്ടോകളൊക്കെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഫുള്ള് നിറച്ച് വെച്ചാണ്. എന്താ വെച്ചാൽ ഇവിടെ ഒട്ടിച്ച് വെച്ചാണ്. കേടുവരും ആൽബത്തിൽ ഇരുന്നാണ്ട് ഒട്ടിക്കാണ് കേടുവരുവേ, കൊഴിഞ്ഞു പോകും. എന്റെ കല്യാണ ഫോട്ടോ കേട്ടോ. എന്റെ മുഖത്ത് ഭയങ്കര വിഷമണ്ടാ മാളോ? അതുണ്ടാവുമല്ലോ. സന്തോഷല്ലേ എന്റെ മുഖത്ത് അതിനെക്കാട്ടും ടെൻഷൻ ഉണ്ടല്ലോ നിങ്ങളാണ്ട്. സന്തോഷാണ്. പിന്നെ ഇത് ഗൂഗിൾ പേ ഇല്ല കേട്ടോ. ഇതില് ഗൂഗിൾ പേ കട്ടാണ്ട് ആരും പൈസ അയക്കണ്ടട്ടാ. ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നില്ല, വെറുതെ ഷോർട്സ് ഒക്കെ എടുക്കാൻ വേണ്ടി. ബാവാക്ക് ഈ 2 മാത്രമേ ഉള്ളൂ ഡ്രസ്സ്. പിന്നെ എന്റെ ഡ്രസ്സ് ഇത് നിറയെ എന്റെ ഡ്രസ്സ് ആട്ടോ. ഇതിന്റെ പുതിയ ഡ്രസ്സ് ഇതാ. പിന്നെ ഇതില് പൈസ ഒന്നും ഞാൻ ഷെൽഫ് ഉണ്ട് കേട്ടാ. ഇതൊക്കെ എന്റേത്. പിന്നെ നമുക്ക് ഫാൻസി ഐറ്റംസ് ഒന്നും ഇല്ല, മേക്കപ്പ് ഇടാത്തോണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഇത് പിന്നെ എന്റെ ആങ്ങള് ഗൾഫിൽ നിന്ന് പറഞ്ഞപ്പോ കൊടുന്നാണത് അതേപോലെ ഇതിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, 2 കൊല്ലമായി. ഡേറ്റും കഴിഞ്ഞു. പിന്നെ ആകെ വാങ്ങലിതാ ഈ പൗഡർ വാങ്ങും. ഇതാ ഇത് വാങ്ങും. പിന്നെ ഇവിടെ ഒരു സാധനം ഉണ്ട്. ഇതെന്താ? അത് ആരെയും വിരുന്നരും കുട്ടികളെ എത്തിച്ചിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചതാണ്.
ഞങ്ങൾ ഓരോരുത്തർ പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ ആരും വരാറില്ല. തൊട്ടി കഴിക്കാറില്ല. ആദ്യമൊക്കെ എല്ലാരും വന്നിരുന്നു. തൊട്ടി അയച്ചിട്ടില്ല. എന്താ വെച്ചാൽ ആരെങ്കിലും വന്നാല് കുട്ടിനെ കെടുത്താൻ വെച്ചിട്ട്, പക്ഷെ ആരും വരുന്നേരൂല. പക്ഷെ ഈ തൊട്ടി എന്നും പ്രതീക്ഷിക്കണം, നാളെ ആരെങ്കിലും വരും, മറ്റന്നാൾ സത്യം ആരെങ്കിലും നമ്മളെ അടുത്തേക്ക് നിക്കാൻ വരികയെന്ന്. ഞാൻ എടുത്തക്കലില്ല, അത് അവിടെ നിന്നോട്ടേന്ന് അറിയാം. വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വരുവോണ്ടിട്ടാ, ആരെങ്കിലും എല്ലാരും നമ്മൾ ഉദ്ദേശിക്കുന്ന 1-2 ആളുകളുണ്ട് അവര് അല്ലേ. നമ്മളെ ബാക്കിക്കാര് മറ്റേതായിരിക്കും അവരെല്ലാം നമ്മളെ ഇഷ്ടപ്പെടണോല്, ബാക്കിക്കാരല്ല, നമ്മളെ ഇഷ്ടപ്പെടണോല് നമ്മളെ അടുത്തേക്ക് വരും. എത്താണ് പിന്നെ ഇവിടെയുണ്ട് തലക്കണിയും കാര്യങ്ങളൊക്കെ ഇട്ടാ നമ്മളെ ഇതല്ലേ. ഇതൊക്കെ ഓരോന്ന് കഴിയുന്നതിനനുസരിച്ച് പൊടണ്ടപ്പിയാള് കൊണ്ടുവരും. ആകെ ഞങ്ങളെ മേക്കപ്പ് ഇതാണ് കേട്ടോ, വേറെ ഒന്നും ഇടൂല. പിന്നെ എന്റെ ഒരു കൺമശി ഉണ്ട്, ഇതാ എനിക്ക് ആകെ ആവശ്യമുള്ള ഇതാണ്, വേറെ ഒന്നും ആവശ്യമില്ല. കണ്ണെഴുതി പൊട്ടും തൊട്ട് പിന്നെ കുറച്ച് കുപ്പിവെള്ളം, കുപ്പിവെള അങ്ങനെ പാട്ടാടല്ലേ. പിന്നെ ഇതാ എന്റെ കെട്ടിപ്പെണ്ണിതാ കൈമലൊന്ന് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ കല്യാണത്തിനൊക്കെ പോകുമ്പോ പാർട്ടി വേറെ ഇങ്ങനെ ഉപയോഗിക്കും. അല്ല നമുക്ക് വേറെ വേറെ സംഭവങ്ങളൊന്നും ഇല്ല. നിങ്ങളെ പൗഡർ അപ്പൊ ഞങ്ങൾ അൽമറ കണ്ടില്ലേ. അപ്പൊ അൽമറ കണ്ടു, 2 റൂം, ഡൈനിങ് ഹാള്, ബാത്റൂം, അടുക്കള. ഇനി ആ കൊലയുള്ളൂ, കണ്ടതാവും. മേലക്കുള്ള റൂം തട്ടിന്റെ മേലെ കാണിക്കൂല. അപ്പൊ അതെ, അപ്പൊ ഇങ്ങനെ നീ മേലക്ക് പോവാ. അപ്പൊ ഒരു സംഭവം കാണിച്ചാട്ടെ, കുഴൽ കിണർ ട്ടാ. വേറെ സംഭവം കാണിച്ചാട്ടാ, നമ്മുടെ കുഴൽ കിണർ. അപ്പൊ ഇവിടെ ഇരുന്നിട്ടാ, ഇവിടെ ഇരിക്കാൻ നല്ല സുഖാണ്, നല്ല തണുപ്പാണ്. തണുപ്പല്ല, കാറ്റും എന്താ പറയുക, ചെറിയൊരു മഴക്കാറിന്റെ ഫീൽ ഉണ്ട്. മഴക്കാറ് ചെറുതായിട്ട് മഴക്കാറുണ്ട്, രാത്രി ചിലപ്പോ മഴ പെയ്യുക്കാറ്. ഒരു ശാന്തതയാണ് ഇവിടെ, ഇങ്ങനെ ശാന്തതയാണ് മൂലയിൽ വന്നിരിക്കാന്. പിന്നെന്താ പറയാനുള്ളത് മാളോ? ഇതൊക്കെ തന്നെയാണ്. മക്കളൊന്നും ഇവിടെ ഇല്ല. മക്കള് നമ്മളെ കുട്ടിമോനെ ഞാൻ പറഞ്ഞില്ല, വർക്ക്ഷോപ്പ് പോയതാണ്. ഓന് വണ്ടിന്റെ പണി പഠിക്കാന് ഭയങ്കര താല്പര്യമാണ്. പിന്നെ മോനൂന് ഇതേപോലെ 2-3 കോളേജ് കിട്ടിയിട്ടുണ്ട്. അത് ഒന്ന് പിന്നെ ദൂരെയാണ് കിട്ടിയത്, പിന്നെ ഒന്ന് ഭയങ്കര ചെറൂരൊക്കെ ചോദിച്ചിട്ടുണ്ട്. നാളെ ഞങ്ങള് നാളെ ചിലപ്പം പറ്റൂല, ഞായറാഴ്ച ആയതുകൊണ്ട്. ഞായറാഴ്ച കുഴപ്പമില്ലല്ലോ, അടവല്ല. ഇൻഷാ അല്ലാഹ് അപ്പൊ നാളെ പോയി നോക്കുന്നുണ്ട്. 2 ദിവസം കൊണ്ട് ഇൻഷാ അല്ലാഹ് തീരുമാനമാവും, തിങ്കൾ ചൊവ്വ. അപ്പൊ അവനെ നമുക്ക് എങ്ങനെ വിടാൻ പറ്റൂല, നല്ല നിലയിൽ വളർത്തിണ്ടാക്കണം. അപ്പൊ പിന്നെ പൊന്നും മോനും മോൾട്ടിയും കുറച്ച് കൂട്ടുകാരും പോലെ ഫ്രണ്ടുകളൊക്കെ കൂടി വന്നിട്ടുണ്ട്. അവിടെ മണ്ണും കൊണ്ടമ്മ കളിച്ചാൻ പോയിട്ടുണ്ട്. നല്ല ചളിയാക്കിയിട്ട് ഇപ്പൊ വരും തോന്നുന്നുണ്ട്. അതാണ് ഇപ്പൊ ഒരു കുളി കഴിഞ്ഞ് പോയതാണ്, 2ാമത്തെ കുളിക്ക് തയ്യാറായി വരും. മണ്ണും കൊണ്ടമ്മക്കാണ് കളിച്ചാൻ പോയിക്കുന്നത്. അപ്പോൾ വൈകുന്നേരമായി, ചായ ഒന്നും കുടിച്ചിട്ടില്ല, കടി കൊടുന്നിട്ടില്ല. കടി കൊടുന്ന വണ്ടിയില്ല, നടന്നു പോണം. വണ്ടി സ്കൂട്ടി ഇട്ട് കുട്ടിമോൻ പോകും. അല്ലെങ്കിൽ എപ്പ എത്തിന്ന് ചോദിച്ചാ പോരെ. ശരിയാണല്ലേ. പിന്നെ ഇൻഷാ അല്ലാഹ് അത് കൊണ്ടുവരാം, നോക്കാം നമുക്ക്. അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയുള്ളൂ. അപ്പൊ നമ്മളെ വീട് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് കമന്റ് ചെയ്യോണ്ടേ. വീട് തന്നെ വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. കോട്ടേഴ്സിൽ നിൽക്കണ, ഞങ്ങളും കോട്ടേഴ്സിൽ നിന്നതാണ്. കോട്ടേഴ്സിൽ നിൽക്കുമ്പോഴും നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നിട്ടാ. ഇപ്പൊ സ്ഥലം ഇല്ലാതെ കോട്ടേഴ്സിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഏത് കച്ചറ വീടായാലും അത് സ്വർഗ്ഗമാണ്. കാരണം അങ്ങനത്തെ ഒരു വീട്, ഒരു ഒറ്റ റൂം കിട്ടിയാൽ മതി. ഞങ്ങളൊക്കെ കോട്ടേഴ്സിൽ നിന്ന് ഈ വീട് വെക്കാന് ആ കഥ പറഞ്ഞു കൊടുക്കി. ഈ വീട് വെക്കാൻ ഞങ്ങൾ ഒരു റൂം ഒന്ന് പഠിത്ത നാളാന്ന് ഇവിടെ അടുത്തുള്ള ഉസ്മാൻ ഉണ്ട്. അതെ, നമ്മളെ കോണ്ടാക്ട് ഉസ്മാൻ ഉണ്ട്, നമ്മളെ ഇവിടെ പാറപ്പുറത്തുള്ളതാണ്. അപ്പൊ ഓനോട് പറഞ്ഞ് ഒരു റൂം ഒന്ന് പഠിത്തന്നാളെ ഞങ്ങള് അതിൽ നിന്നോളാം അറിഞ്ഞാണ്ട് ഈ വീട് വെക്കാനും വേണ്ടിയിട്ട് ഓനോട് പറഞ്ഞപ്പോ പറഞ്ഞ്, മുസ്തഫ അത് വെച്ചാല് നമ്മളിപ്പോ ഒരു റൂം ഉണ്ടാക്കി പിന്നെ അത് ഭയങ്കര പണിയാവും, അതിനെക്കാട്ടും നല്ല ഞാൻ ഫുള്ള് പഠിത്തരാറിന്. ഓന്റെ ഒറ്റ കാരണത്താലാണ് കൊതുകിനെ തച്ചാണ്. അപ്പോൾ അവൻ പറഞ്ഞ് അങ്ങനെ ചെയ്തവരൊക്കെ ആ വീട്ടിൽ എന്നും നിന്നിട്ടേ ഉള്ളൂ. അപ്പൊ അവന് കാശ് തരാ, എനിക്ക് വാർപ്പ് അങ്ങനെയൊക്കെ വരുമ്പോ ചോർച്ച ഇതൊക്കെ വരും. ചെയ്യുമ്പോ പിന്നെ എന്നും ആ റൂമിൽ ഇങ്ങനെ നിൽക്കും. എനിക്ക് പൈസ പൈസ തരണ്ട, എനിക്ക് ഞാൻ പഠിച്ചു തരാറിന്. പൈസ കപ്പണ്ട് ഉണ്ടാവും. അങ്ങനെ കൊടുത്തേ പഞ്ചായത്തിന് ഘട്ടം ഘട്ടമായിട്ട് 2 ലക്ഷം രൂപ കിട്ടിയില്ലേ. അന്ന് 2 ലക്ഷം, ഇപ്പൊ അതിലേറുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് ഫുള്ളായിട്ട് പഠിത്ത് അപ്പൊ ഇങ്ങനെ പഞ്ചായത്ത് പൈസ കിട്ടി, വാർപ്പിടൽ കഴിഞ്ഞ് പിന്നെ ഉള്ള ഇതിനൊന്നും ഞങ്ങൾക്ക് പൈസ ഇല്ല. പിന്നെ ഞങ്ങളെ വേണ്ടപ്പെട്ട ഞങ്ങളെ നാട്ടുകാരുണ്ട്, അവര് സഹായിച്ച് അതിന്റെ പൊളിയാള് മുഴുവൻ വെച്ച്. പിന്നെ 2 ഉമ്മാന്റെ മടിയിൽ ഇരിക്കണം. ഓള് ഒന്തീറ്റ് കയറി, ഓനും കയറി. ഒരു കാലം ഒരാൾ ഒരു കാലം എന്താ പൊന്നോ അങ്ങനെ
അങ്ങനെ പിന്നെ എന്റെ ഫാമിലിന്ന് നമുക്ക് പേര് രണ്ടുകൂട്ടരും പേര് പറയാൻ പറ്റും, അവർക്ക് അത് ഇഷ്ടമല്ല. അപ്പൊ ഇങ്ങനെ അവരൊക്കെ കൂടി സഹായിച്ച് എല്ലാരും കൂടി സഹായിച്ച് വീടായി. സഹായിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഉള്ളു മാത്രം തേച്ച് കയറി, തേച്ച് പുറം തേച്ചിട്ടില്ല, പിന്നെ നിലം നന്നാക്കിയിട്ടില്ല, ഒന്നും അത് ഞങ്ങളെ അയൽവാസി കാർപ്പറ്റ് ഇട്ടെന്ന്. കുയിലക്കിണറിന്റെ വയറാണ് ഈ കിടക്കുന്നത്, ഒന്ന് സേഫ്റ്റി ആയിട്ട് ഒന്നും കൂടി വെക്കണം. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ മണ്ണിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പോരുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുയൽക്കിണർ എവിടെയെന്ന്. കുയൽക്കിണറിൻ്റെ പൈപ്പ് വയറെല്ലാം ഉള്ളിൽ കൂടി കൊണ്ടുവന്നാണ്. നമുക്ക് സൗകര്യം കുറവായതുകൊണ്ട് എന്തെങ്കിലും ചെറിയ വണ്ടിയൊക്കെ വരുമ്പോൾ ഈ സ്ലാബ് ഇട്ടാണ് നമ്മുടെ കുയൽക്കിണർ ഇട്ടാ. കണ്ടില്ലേ, ഇതിങ്ങനെ മണ്ണിട്ടാണ് കൊണ്ടുപോയത്. എന്താ വെച്ചാൽ ആകെ നമ്മൾ ഈ 4.5 സെൻറ്റിലല്ലേ വീടും സ്ഥലമൊക്കെ ഉള്ളത്. അപ്പോൾ ഈ 4.5 സെൻറ്റിൽ നിൽക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കൂടുതലൊന്നും പറ്റൂല്ലോ, സൗകര്യമില്ലല്ലോ. അപ്പോൾ വണ്ടിയൊക്കെ വരാനും പോകാനും സൗകര്യത്തിന് വേണ്ടി മണ്ണിട്ടാണ്. ഇതാണ് അപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ട്. കണ്ടില്ലേ, ഇതാണ് 2 വീടിൻ്റെയും കൂടി സെൻറ്റർ ഇട്ടാ. ഇത് അനിയൻ്റെ വീട്. പിന്നെ ഇങ്ങനെ അനിയൻ്റെ വീട് ഇതാണ്, ഉമ്മാൻ്റെ വീട് ഇതാണ്. ഇത് നിങ്ങൾ വീഡിയോയിൽ കുറേ കണ്ടിട്ടുണ്ട്. എൻ്റെ പൊന്നുമ്മയാണ്. ഉമ്മ ഹായ്. അതുകൊണ്ട് ആകെ ആൾക്ക് മെയിൻ പരിപാടി എന്താ ഇതുണ്ടെങ്കിൽ അടക്കാൻ പറ്റില്ല തിന്നുക. ഇതിൻ്റെ അളത് എത്ര കിട്ടിയാലും തോന്നും പോലെ നല്ലത് കഴിച്ചാത്ത കിട്ടിയില്ലെങ്കിൽ ആൾ ചൂടാവും അല്ലേ. ഇപ്പം അങ്ങനത്തെ കിട്ടുന്നില്ലല്ലോ, കഴിച്ചാത്ത കിട്ടില്ല, ഏതായാലും കിട്ടിയത് കഴിഞ്ഞ്. കഴിച്ചാത്ത എന്താ ഇപ്പം കിട്ടണില്ല. ഇപ്പം എന്നോ വീട്ടിൽ എന്നാൾ പെൻഷൻ വന്നെന്ന് ഞാൻ 100 രൂപ കുട്ടിമോനെ ഞാൻ കൊടുന്നതിൻ്റെ അത്തണിക്കുന്നത് കുട്ടിമോനെ കൊണ്ട് കൊണ്ടിട്ടതാ. പിന്നെ കുഞ്ഞിച്ചാലി അങ്ങ് വൈകത്ത് ഇരുന്ന് കൊണ്ടിരുന്നത് അത് മുത്തം കഴിപ്പനാ. ഹലോ ബാർപ്പിൻ്റെ എടുക്കാം എന്നാ. അപ്പോൾ കൊലയൊക്കെ നിങ്ങളെ കാണിച്ചു. ഇനി നമ്മൾ നേരെ എന്നാ ഇതാണ്. അതെ, ഇത് എന്താണ് ഞാൻ അടിക്കുന്ന സ്ഥലം. ടേബിളൊക്കെ മക്കൾ എന്ത് ചെയ്തിങ്ങനെ മാങ്ങ ഇതൊക്കെ അരിഞ്ഞാണ് കച്ചറാക്കി ഇപ്പൊ അവിടെ പോയിട്ടുള്ളൂ. ഇതല്ലേ വേറെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് സൗകര്യം എന്താ വെച്ചാൽ അടിക്കാനാണ് ഇരുന്നാല് ഫുള്ള് വെട്ടക്ഷണങ്ങളും ഭയങ്കര ഡെലിങ്ങാളും മൊത്തം കച്ചറാവും. പിന്നെ എന്റെ അടിക്കലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ചു വരുള്ളൂ. എവിടെയാണ് കുലുമാല ഉണ്ടാക്കരുതിട്ടാ, വല തുമ്പ വല വാല ട്ടാ. അപ്പൊ എന്താണ് എന്താ പറയാ, ഡൈനിങ് ഫുൾ കച്ചറാണ്. ഇതിന് നല്ല പ്രത്യേക സ്ഥലം വെക്കാൻ പറ്റൂല. എന്താ വെച്ചാൽ ആ റൂം 2 റൂമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഉള്ളത് ഈ ഡൈനിങ് ഹാളാണ്. പിന്നെ മേലേക്ക് പോകാൻ പറ്റില്ല, നല്ല ചൂടാണ്. ഹോസ്പിറ്റൽസിന്റെ ചൂടായാലും അവിടെ ഒരു സെക്കൻഡ് നേരം ഇരിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, ഒരു വഴിയില്ല, ഇപ്പൊ ഇവിടെ തന്നെ ഇരിക്കും ഡൈനിങ് ഹാളില്. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവിടെ എടുത്ത് താഴത്തേക്ക് വെക്കും, അവിടെ താഴത്തേക്ക് വെക്കുക, മേലേക്ക് വെക്കുക, താഴത്തേക്ക് വെക്കുക, അതന്നെ പണി. ഇത് നമ്മളെ TV, നമ്മളെ വൈഫൈ, അതിനോട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ അല്ലേ. ഇനി കാണിക്കുമ്പോ എല്ലാം കാണിക്കല്ലോ. അതെ, ഇത് നമ്മളെ വേസ്റ്റ് ഇവിടെ കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ മാളയമുള്ള റൂമൊക്കെ കാണിച്ചു കൊടുക്കാം. മേലേക്ക് പോവാം. ഒരു മിനിറ്റ്, ഡോർ തുറക്കാണ്ടിട്ടാ കോണി റൂം. ഇവിടുത്തെ ബൾബില്ല, ബൾബ് ഊരിട്ടിരിക്കണ. ബൾബ് ഊരിയതല്ല, എന്താ സംഭവം അറിയോ? അല്ല, താഴത്ത് ഏതെങ്കിലും ബൾബ് കംപ്ലൈന്റ് ആയാൽ നേരെ മേലത്തെ ബൾബ് എടുത്തുകൊണ്ട് താഴത്ത് കൊണ്ടിടുക. അതാണ് സംഭവം. പിന്നെ ഇതാണ് തട്ടിന്റെ മുകളില് തുറക്കി. ഇതാ മേലെ 4-5 ബെഡ്റൂം ഉണ്ട്. പിന്നെ അതാ ഇത് നമ്മള് ഹോട്ടലിട്ടീന്ന് അന്ന് വാങ്ങിയ വലിയ കലാണ് കേട്ടാ. ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇത് അതിന്റെ പാത്രങ്ങളൊക്കെയാണ്. പിന്നെ ഇതിന്റെ പഴയ മെഷീനാണ്. ഇത് ഞാൻ കൊടുക്കുകയാണ്. എന്നുവെച്ചാല് ഇത് ഉപയോഗിക്കാൻ കഴിയല്ല, മറ്റേ മെഷീനല്ല ഇപ്പോൾ ഉപയോഗിക്കണത്. അപ്പോൾ ഇത് ഞാൻ കൊടുക്കണം എന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഹോട്ടലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാട്ടാ. ഇതാ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്, കണ്ടില്ലേ. പിന്നെ മേലെ ഓപ്പൺ ടെറസ് അല്ലേ, ഓപ്പൺ ടെറസ് ആണല്ലേ, ഓപ്പൺ ആണ്. എൻ്റെ ഫോണ് ഇതിൻ്റെ വിറക് വരാ, കണ്ടില്ലേ, നല്ല ഓപ്പൺ ആയി കിടക്കണം, നല്ല ഓപ്പൺ വിറക് വരാ, നല്ല രസല്ലേ എൻ്റെ ഫോണ്. പിന്നെ
അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് നല്ലൊരു സമാധാനം കിട്ടും. മേലൊക്കെ ഇങ്ങനെ നോക്കിയില്ല ഇതുണ്ട് ഞങ്ങൾ ആകാശം മേലെ നല്ല മേലെ നല്ല അപ്പോഴാണ് ആകാശം എന്താ ഭംഗി ഇല്ലേ. നമ്മളെ അയൽവാസി ഫൈസലിന്റെ വീടാണ് കാണുന്നത്. അതെ, മിംകോ ആടിക്കോ ഊഞ്ഞാല് കേട്ടാ. ആടിക്കോ ഊഞ്ഞാൽ ആവശ്യമുള്ളവർ കമന്റിലൂടെ വന്നാൽ മതി. കോൺടാക്ട് നമ്പർ തരണ്ടിട്ടാ. ഇതില് ഫുള്ള് ഓലക്കൊടിയാണ്. പിന്നെ അടിയിൽ കുറച്ച് ചകിരി ഉണ്ട്. വിറക് സംഭവേ ഇല്ല. പിന്നെ ഇങ്ങനെ പോന്നാല് ഇവിടെ നമ്മളെ വെള്ളത്തിന്റെ ഡ്രമ്മ്, ടാങ്കി ഇതാ ഞങ്ങളെ തെങ്ങ്. ഇതാ ഇവിടെ നിന്ന് നോക്കി നല്ലപോലെ കണ്ടില്ലേ. ഇതിങ്ങനെ കുത്തി ചാടിച്ചാണ്ടൊക്കെ ഇങ്ങനെ ചാടിച്ച് ഇനിയിപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തെങ്ങൊക്കെ ഒന്ന് ഇവിടെ തുരന്ന് അതേമാതിരി അവിടെ തടം കെട്ടി ഒന്ന് ഉഷാറാക്കണം എന്ന് ഒരുപാടായി ഉദ്ദേശിക്കണേ. അല്ല ഞങ്ങൾ പൊളിച്ചു നോക്കാം നമുക്ക്. പൊളിച്ചു നോക്കാം. കൊപ്പര പൊങ്ങുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നമ്മളാ നേരത്തെ കണ്ട മൂച്ചിയാണിത്. ഞങ്ങളധികം ഇവിടെ നിന്നിട്ട് ഇടക്കിടക്കൊക്കെ വീഡിയോ എടുക്കല്. താഴെന്നാവുമ്പോ ഇറ്റുമല്ലേ. അതെ, നല്ല രസമാണ് ഇവിടെ. ഇവിടെ നല്ല സുഖമാണ്. നമ്മൾ വന്നിരിക്കാണ് സുഖം. അപ്പൊ ഞങ്ങളെ വീട് കണ്ടില്ലേ, ഇതൊക്കെയാണ് ഞങ്ങളെ വീടിന്റെ കച്ചറായാലും നല്ലതൊക്കെ കണ്ടില്ല നിങ്ങള്. ഇതാണ് ഞങ്ങളെ വീടിട്ടാ അല്ലേ. ഇതിലേറെ ഞങ്ങളെ വീട് നന്നാക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. പിന്നെ സാമ്പത്തികം ഞങ്ങൾ അതിനെ അയക്കണില്ല. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ വിചാരിച്ച പോലെ ആവണില്ല. സാമ്പത്തികം ഞങ്ങളെ വീട് നന്നാക്കാന് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് തടസ്സം വരികയാണ്. അതാണ്. അല്ലാതെ നമുക്ക് ഇപ്പൊ ആർക്കായാലും വീട് നന്നാക്കണം, ഒരു പെയിന്റ് അടിക്കണം, ആ ഒരു ആഗ്രഹമാണ് നമുക്ക്. ആകളെ നമ്മളെ മക്കളെ നല്ലപോലെ വളർത്തണം, നമ്മളെ വീട് നന്നാക്കണം. അതും വലിയ കൊട്ടാരം ഉണ്ടാക്കണം എന്നല്ല, ഉള്ള വീട് നല്ല വൃത്തിയിൽ കൊണ്ടുനടക്കണം. അതിനും ഇങ്ങോട്ട് പറ്റണില്ല. പെയിന്റൊക്കെ അടിച്ചാലല്ലേ നല്ല വൃത്തി ഉണ്ടാവുള്ളൂ വീട്. ഇപ്പം ഇങ്ങനെ പോണോടത്തോളം പോട്ടെ, ആവണമെന്ന് നന്നാക്കാം അത്ര തന്നെ. പിന്നെ പെയിന്റ് അടിച്ചതൊക്കെ ഫുള്ള് മക്കള് വരച്ചിട്ടും ചളിയാക്കിയിട്ടും കേടെടുത്തി. അപ്പൊ ഞങ്ങൾ പൊന്നിനൊരു 25 വയസ്സെങ്കിലും ആട്ടെ, എന്നിട്ട് പെയിന്റ് അടിച്ചാന്നല്ലേ കല്യാണത്തിന്. അപ്പൊ ഏതായാലും വീടൊക്കെ ശരിയായിക്കോളും. അസുഖങ്ങളും ഒന്നും ഇല്ലാതിരിക്കട്ടെ നിങ്ങൾക്കും ഞങ്ങൾക്കും. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. ചെറിയ ഇടിയും ഭയങ്കരമായിട്ട് തോന്നി. മേടാണ്. അപ്പൊ ഇതാ ഞങ്ങളെ മൂച്ചുണ്ടില്ലേ, ഇത് മാങ്ങ 13 മാങ്ങ ഉണ്ട് കേട്ടാ. 15 ഉണ്ടായിരുന്നു, 2 പോയി. ഒന്ന് വീണും ചെയ്ത്, ഒന്ന് നാളൊരു വിരുന്നേരത്തി അറുത്തെടുത്ത്. ഒന്ന് മോന് കടിച്ചും ചെയ്ത്. മോന് കടിച്ചാൽ കേടൊന്നിട്ടില്ല തോന്നുന്നു. അത് കേടൊന്നില്ല, കുഴപ്പമില്ല. അപ്പൊ ഇതേതാ വെച്ചാല് മറ്റേ നീലമാങ്ങ ഇല്ലേ, ഈ മാങ്ങന്റെ ലാസ്റ്റ് വരുന്ന നീലം മടുക്കും നമുക്ക് തിന്നാല്. ആ മാങ്ങയാണ്. ടേസ്റ്റ് ആണല്ലേ പൂത്താല്. കുഴപ്പമില്ല. കൊറേ കഴിയുമ്പോ ഉള്ളു കേടുവരും. അണ്ടി കേടുവരാം, പുഴി വന്നുകൊണ്ട്. പിന്നെന്താ ഇത്രല്ലേ ഉള്ളൂ. പിന്നെ എന്താ പറയാ, ഈ ഹോസ്പിറ്റോസ് ഇട്ടെന്നത് നമ്മളെ അലിഫ് ഗ്രൂപ്പ് കുറുകത്താണ്. അവരൊരു ദിവസം ഇവിടെ വീട് വെറുതെ കാണാൻ വന്നാണ്. അപ്പൊ മഴയും കാറ്റും എടുത്തിട്ട് ഞങ്ങൾ ദാർപ്പായി കെട്ടിട്ട് അതൊന്നായിട്ട് കാറ്റെടുത്തിട്ട് പുറത്തേക്ക് പാറിപ്പോയിന്ന്. അത് കണ്ടുകാണാണ് ഒരു കുരുത്തത്തിന് വന്നത്. അത് കണ്ടപ്പോ അവര് പറഞ്ഞ് ഈ ഹോസ്പിറ്റൽസ് ഞങ്ങൾ ഇട്ടരട്ടാറിന്. എന്നിട്ട് ഞങ്ങള് സീറ്റോ എന്തെങ്കിലും മറിച്ച് എടുക്കാൻ വിചാരിച്ചു. അതിന് സീറ്റ് തന്നെ. ഞാൻ പായിക്ക് സീറ്റ് എന്നാ പറയാ. ദാർപ്പായി കവുങ്ങും ഇതൊക്കെ വെച്ച് കെട്ടിയതേന്ന്. അങ്ങനെ അവര് വന്നുകാണ്ട് പിന്നെ കാണില്ല കുഞ്ഞോ. അങ്ങനെ അവരാണ് ഈ ഹോസ്പിറ്റൽസ് ഇട്ടെന്ന്. പിന്നെ ഞങ്ങള് അങ്ങനെ ആയി ഒരു കുറിയൊക്കെ കൂടി നയിച്ച് ഉണ്ടാക്കണ പൈസ കുറി കൂടിക്കാണ്ട് അത് കിട്ടുമ്പോ ഓരോന്ന് ചെയ്യും. പിന്നെ ഉള്ളിൽ കേറിയിട്ട് കുറച്ച് നന്നാക്കും, കുറച്ച് നന്നാക്കും. അങ്ങനെ ആയിക്കാണ്ട് ഇപ്പൊ ഇത് ഇവരെത്തി. പിന്നെ ഫുള്ള് തേച്ച് പിന്നെ എല്ലാം ഓരോന്നോരോന്ന് കോണി റൂം അല്ല, പിന്നെ കോണിക്ക് പിടുത്തം, പിന്നെ മതില് വെച്ചു അല്ലേ, കിണറ് കളിച്ചു, കുറി പിടിക്കാണ്ട്. അതെ, ഒക്കെ ഓരോന്ന് ലാസ്റ്റ് 75,000-നും 75,000-ന്റെ 1,00,000-ന്റെ ഒക്കെ കുറി കൂടായിട്ട് കിണർ അടിച്ച് ചുറ്റും മതില് വെച്ച്. പിന്നെ നിലം നന്നാക്കിയപ്പോ അടുക്കള മാത്രം നന്നാക്കിയിട്ടുള്ളേന്ന് അല്ലേ. ബാത്റൂമും അടുക്കളയും മാത്രം നന്നാക്കിയിട്ടുള്ളൂ. പിന്നെ അടുത്ത് ഇതേപോലെ ഒരു കുറി ഇട്ടിക്കാണ് ഇത് ആകം നന്നാക്കി. അങ്ങനൊക്കെ കൂടി ആയിട്ടാണ് ഞങ്ങൾ ഈ നിലയിൽ എത്തിക്കണേ. ഇനിയും വീടിന്റെ ഒരുപാട് പണി. പിന്നെ വീടിനിപ്പോ എങ്ങനെ ആയാലും മതി, കടങ്ങളൊക്കെ ഒന്ന് ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങി മക്കളെ നല്ലപോലെ ഒന്ന് വിചാരിച്ച പോലെ പഠിപ്പൊക്കെ കൊടുത്ത് വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് വളർത്തിണ്ടാക്കണം എന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത്ര ആഗ്രഹമുള്ളൂ. അല്ല ബമ്മാട് ഉണ്ടാക്കണം എന്നൊന്നും ആഗ്രഹമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണേ, നിർത്തി പോണ. അപ്പൊ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.
അസ്സലാമു അലൈക്കും.